ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അവരുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഏത് രീതിയിലാണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം നിങ്ങൾക്ക്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്റഗ്രേഷൻ, suppression, harmony, patience, aloneness, maturity, sharing, postponement, silence, consciousness, transformation, stress, moment to moment, possibilities, innocence, creativity, slowing down, celebration. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സോറോ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ സോറോ എനർജിയാണ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സന്യാസകരമായ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു രീതിയിലും സുഖമോ സന്തോഷമോ ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്വയം ത്യജിച്ച് എല്ലാ രീതിക്കും എല്ലാത്തിൽ നിന്നും വിട്ടു നിന്ന് ഒരു ഒറ്റപ്പെടല്, ഒരു ലോൺലിനെസ്സിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർക്ക് ഈ ഒരു സമയത്ത് മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട്. ഇവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ ലൈഫിൽ പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തെറ്റായിരുന്നു എന്നൊരു തിരിച്ചറിവ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗിൽറ്റ് ഫീൽ ആണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഒരു കുറ്റബോധം മാത്രമല്ല, അവർക്ക് സ്വയം തന്നെ അവരെന്തൊക്കെയോ ആകുന്നു എന്നൊരു ചിന്ത. അവരറിയാതെ ചെയ്തതോ അറിഞ്ഞു ചെയ്തതോ ആയ കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം തെറ്റായിരുന്നു എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രെയിൻ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനർജീസ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ്. നെഗറ്റീവ് തോട്ട്സ് ആണ് മൈൻഡിൽ മൊത്തത്തിൽ നിൽക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറ്റബോധം ഭയങ്കരമായിട്ട് വന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒറ്റപ്പെടല്, അതുപോലെ തന്നെ ഓവറായിട്ട് തിങ്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് മൈൻഡ് ഒക്കെ ബ്ലോക്ക് ആവുക, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് കണക്ട് ആവാതിരിക്കുക. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിപ്പോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർക്ക് തന്നെ സ്വയം ഇപ്പൊ വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഒരു മിറർ ഇഫക്റ്റ് പോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.
ആ ഒരു എനർജി എത്രത്തോളം പെയിൻ നിറഞ്ഞതായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ അവര് നിങ്ങൾക്ക് തന്നിരുന്ന പെയിൻ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവരിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ആ ഒരു ഒറ്റപ്പെടല് കാര്യങ്ങളെല്ലാം അവരിപ്പോ അനുഭവിക്കുന്നത് കൊണ്ടിട്ടും അവരുടെ ഒരു ഇന്നർ വോയിസ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഈ ഒരു സമയത്ത് അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഒന്നാവാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. എങ്കിൽ പോലും ഞാൻ ഇവിടെ പറഞ്ഞത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങളോട് അതിപ്പോ ഒരുപാട് നാളുകളായിട്ട് ഉള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അവരുടെ ഇന്നർ വോയിസിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവർ മാനസികപരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്വയം വേദനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. ഒരു സമയം വരെ ഇവര് എന്റെ ലോകം എനിക്ക് നിന്റെ ലോകം നിനക്ക് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു നടന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ട് വി ആർ ദ വേൾഡ് എന്നുള്ളത്. അതായത് നമ്മളുടെ ലോകമായിരുന്നു എല്ലാം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലും തിരുത്താൻ തയ്യാറാവാതെ ഭയങ്കരമായ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് അതിനെ വലുതാക്കി വലുതാക്കി പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പിനെ നശിപ്പിച്ചു കളഞ്ഞൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തകരാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണമായും തകരാനായിട്ട് ഇവരൊരു കാരണമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് അത് വീണ്ടും ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഒന്ന് join ചെയ്ത് വീണ്ടും ആ ഒരു ബന്ധത്തിനെ ഒരു rebirth സംഭവിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം ആ ഒരു past ലാണ് മനസ്സ് മുഴുവൻ ഇപ്പോ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും clinging to the past ആണ് വന്നിരിക്കുന്നത്. അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയ കാലത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ചിലപ്പോൾ പുറമേ കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ long distance ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു രീതിയിലും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ എനർജിയിൽ ഒരു വേരിയേഷൻസ് വന്നിരിക്കുന്നത് ഒരു പക്ഷെ ചിലവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിന്ന വ്യക്തികൾ എത്രയും പുറത്ത് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ സൈലന്റ് ആയിട്ട് ഈ ഒരു സമയത്ത് മാറിയിട്ടുണ്ട്. ഇവിടെ സൈലൻസ് ആണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായും സൈലന്റ് ആയിട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫ്രീസ് ആയിട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥ. മനസ്സുകൊണ്ട് നിങ്ങളെ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്. വളരെയധികം ഒരു പ്രണയം സ്നേഹം എല്ലാം തോന്നുന്നുണ്ട്. ആത്മാർത്ഥതയൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്കൊരു ആത്മാർത്ഥതയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം അതിപ്പോ നിങ്ങളോട് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അവർ ഏത് സിറ്റുവേഷനിലേക്കാണോ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയത് ആ ഒരു സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് പോന്നവരാണ്. അവർക്ക് അവരുടെ ലൈഫിൽ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദൈവികപരമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. കർമ്മ എന്നുള്ള രീതിക്ക് തന്നെ എടുക്കാം. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് അവർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒറ്റപ്പെടൽ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ അവര് നിങ്ങളെ നോക്കി കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു outsider ആയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾ ഒരു വാല്യൂ കൊടുത്ത് അത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ ചേസ് ചെയ്തൊക്കെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം. ബെഗ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ വാല്യൂവും തരാതെ നിങ്ങളുടെ ഇമോഷൻസിന് യാതൊരുവിധ വാല്യൂവും തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് ഇവർക്കൊരു വാല്യൂ നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയിലാണ്. കാരണം കംപ്ലീറ്റ്ലി ഒരു ഫ്രീസ് ആയി നിൽക്കുന്ന അവസ്ഥയാണ്. പൂർണ്ണമായിട്ടും അവർക്ക് ഇമോഷൻസ് കാര്യങ്ങളൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥ. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ വന്നിരിക്കുന്നത് ഇന്റഗ്രേഷൻ ആണ്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഇവരുടെ ഭാഗത്ത് നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭംഗിയെ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ ചേസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അടുത്തടുത്തുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷൻസ് പുറമെ കാണിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പുറകെ അവരുണ്ട്. നിങ്ങളിപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങളിപ്പോ ലൈഫിൽ ഹാപ്പി ആണോ? നിങ്ങളുടെ ലൈഫിൽ ഇനി മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇവരുടെ സ്ഥാനം നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ചിന്തകളെല്ലാമാണ് ഇവരുടെ മനസ്സിനെ ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. എല്ലാ രീതിയിലും ഇവര് ഭയങ്കര മൈൻഡ് കാര്യങ്ങളൊന്നും അവർക്ക് തന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്വയം ഒരു കെട്ടി ഉറപ്പിച്ച് അതായത് അവരുടെ ഇമോഷൻസിനെ അവർ ഒരു വിധത്തിൽ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. പുറത്തേക്ക് ഒരു രീതിയിലും പോകരുത് എന്നുള്ള രീതിക്ക് മറ്റൊരു മുഖം അണിഞ്ഞിട്ടാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പൂർണ്ണമായ രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതും നിശബ്ദമായി നിങ്ങളെ വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലെ പേഷ്യൻസ് ആണ്. വളരെയധികം ക്ഷമയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊരു മെച്യൂരിറ്റി കൈവന്നിരിക്കുന്നു. എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇരുത്തി ചിന്തിച്ച് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ മനസ്സ് മാറിയിരിക്കുകയാണ്. ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ ഈ ഒരു മാറ്റങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെ ആയിരുന്നിരിക്കാം. നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം ഇവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പലപ്പോഴും മാറ്റാൻ തയ്യാറായിട്ടുണ്ടാകും. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളും പൂർണ്ണമായിട്ട് എഫേർട്ട് എടുത്താൽ അത് സക്സസ് ആയിട്ട് പോകും. എപ്പോഴാണോ ഒരു വ്യക്തി താഴേക്ക് ആകുന്നത് ആ ഒരു സമയത്താണ് ആ ഒരു ബന്ധം തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് നിങ്ങളായിരിക്കാം ഒരുപക്ഷെ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. ആദ്യ സമയത്തൊക്കെ ഇവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുന്നോട്ടേക്ക് പോകവേ ഇവരുടെ ആ ഒരു ആത്മാർത്ഥത കുറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലേക്കൊക്കെ പോവുകയോ ഒക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തായിരിക്കാം ബന്ധത്തിൽ തകർച്ചകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഒറ്റപ്പെടലിലാണ് നിൽക്കുന്നത്. അവരൊരു വെളിച്ചം തേടിയുള്ള യാത്രയിലാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു എനർജിയിലാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കുറ്റബോധം ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടും അതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് നിങ്ങൾ കടന്നു വരണമെന്ന് അവരിപ്പോ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ കുറ്റങ്ങൾ അതെല്ലാം തിരുത്താനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാതെ വെച്ചിരിക്കുന്ന ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം പൂർണ്ണമായും ഷെയർ ചെയ്യാനും ഫീലിങ്സ് മാത്രമല്ല ഇവര് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ താല്പര്യമില്ലാത്ത അങ്ങനെയൊക്കെ ഒരു രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു രീതിക്കൊക്കെ പൂർണ്ണമായും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ വേണം. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതുവരെ ആക്ഷൻ എടുക്കാതെ അവരായിട്ട് തന്നെ പോസ്റ്റ്പോൺമെന്റ് ചെയ്തിരുന്ന ഒരു വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനൊക്കെ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം പൂർണ്ണമായും തകർത്ത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തണം. കാരണം ഇതുവരെ ഇത് പോയിക്കൊണ്ടിരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ഇനിയും ഇതിങ്ങനെ സ്ലോ ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ് അവർക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ അവര് മറ്റൊരാളുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകളായിട്ട് ആടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വയം അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിനെ അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിങ്ങനെ ആടിക്കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ചരട് പൊട്ടിയ പട്ടം കണക്കെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റങ്ങൾ വേണം. ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഓരോ നിമിഷവും നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചിരുന്ന അതേ പെയിൻ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം അവരുടെ എനർജീസ് കംപ്ലീറ്റ്ലും ഈ ഒരു സമയത്ത് ഡ്രെയിൻ ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഷ്യസ്നസ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ടും വീക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈഗോ മാത്രമല്ല ഇവർ ഒരു ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഒരു സെന്റിമെന്റ്സ് കാണിക്കാത്ത വ്യക്തികളായിരിക്കാം ചിലപ്പോ. ഭയങ്കരമായി കരച്ചിലെ കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണിക്കാത്ത വ്യക്തികളായിരിക്കാം.
അങ്ങനെയുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് എനർജി ഒക്കെ ഡൗൺ ആയിട്ട് ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അവരുടെ എനർജീനെയൊക്കെ ഭയങ്കര ചേഞ്ചസ് സംഭവിച്ചിരിക്കുകയാണ്. ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കായി തുടങ്ങിയിരിക്കുന്നു. വളരെ സൈലന്റ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടേക്ക് ചെറുതായിട്ട് പറഞ്ഞാൽ തന്നെ എടുത്തുചാട്ടം കാര്യങ്ങൾ ദേഷ്യമൊക്കെ കാണിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും മിണ്ടാതെ വളരെ സൈലന്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അവർക്ക് ഒന്നിലേക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവര് ആ ഒരു കുറ്റബോധത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവരുടെ ആ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം ഇവിടെ മാറിയിട്ടുണ്ട്. ഈഗോ മാത്രമല്ല, അവർക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ചസ് ആണ്. കാഴ്ചപ്പാടുകൾക്ക് പോലും ഒരു മാറ്റങ്ങൾ കൈവന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായി ഡ്രീം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ ഒക്കെ കൊണ്ടുവരണം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാതിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ മെയിൻ ആയിട്ട്. ഇവരുടെ ഒരു തോട്ട്സ് ആണ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത്. കാരണം പോസിബിലിറ്റി ആണ്. ഇവർക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, അതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊമെന്റ് ടു മൊമെന്റ് ആണ്. ഓരോ നിമിഷവും അവർ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ചാപ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ ലൈഫിൽ എന്തൊക്കെയാണോ ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതെല്ലാത്തിനും അവരിപ്പോ തയ്യാറാണ്. അപ്പൊ ആദ്യമേ തന്നെ ഇവർ ആ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം നല്ല രീതിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇനിയെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ തിരിച്ച് വീണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ശിവശക്തി സംയോഗം പോലെ നിങ്ങൾ ഒന്നിച്ചു ചേർന്നാലാണ് ഈ ഒരു ബന്ധത്തിന്റെ ഭംഗി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം ഇവരേക്കാൾ ഏറ്റവും നല്ലൊരു പേഴ്സൺ നിങ്ങളാണ് എന്നുള്ളതും ഇവരോട് തിരിച്ചറിയുന്നുണ്ട്. ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, ആ ഒരു ഇമോഷൻസ് എന്ന് വെച്ചാൽ വൈകാരികപരമായ ജീവിതത്തിൽ ഇവർ ചിലപ്പോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കൽ ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം നല്ല വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വൈകാരികപരമായ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ബാക്കിലേക്കാണ്. അത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തിരുന്നതും. അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കില്ല. അത് വളരെ റെയർ ആയിരിക്കും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണേക്കാൾ കൂടുതൽ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് നയിച്ചിരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അവരുടെ ലൈഫിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്കുള്ള പ്രാധാന്യം അത് എത്രത്തോളം ആയിരുന്നു. ഇനിയെങ്കിലും ഒരു രീതിയിലും സമയമോ കാര്യങ്ങളോ വൈകാതെ പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്ന് നിങ്ങളിലേക്കൊരു forgiveness നടത്താനും, അതുപോലെ അവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങളെല്ലാം, നീട്ടി കൊണ്ടുപോയിരുന്ന കാര്യങ്ങളെല്ലാം ഇനിയെങ്കിലും സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ ഇതുവരെ നിങ്ങൾക്കൊരു സ്പേസ് ഒന്നും തരാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലും ഒരു സ്പേസ് നിങ്ങൾക്ക് തരാനായിട്ടുള്ള തയ്യാറെടുപ്പ് അവരുടെ മനസ്സിൽ കാണാം, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുമായി ബന്ധത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യം സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ റീകൺസിലേഷൻ, ആ ഒരു ഒന്നുചേരൽ തന്നെയാണ്. ഇവര് കാരണം പറ്റിപ്പോയ ആ ഒരു ഡാമേജസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഡാമേജസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം വീണ്ടും പാച്ചപ്പ് ചെയ്ത് എല്ലാ രീതിക്കും നന്നാക്കി എടുക്കണം. അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി അത് വീണ്ടും ഒന്നിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് പൂർണ്ണമായി നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല.
വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ, എന്ന് വെച്ചാൽ റിവീൽ ചെയ്യാതിരുന്ന മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി നിങ്ങളിലേക്ക് പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു കോൺവെർസേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി വീണ്ടും ആ ഒരു സോൾ കണക്ഷനെ കണക്ട് ചെയ്യുക. ആ ഒരു സോൾ കണക്ഷൻ കണക്ട് ചെയ്തതിന് ശേഷം ബന്ധത്തെ മുന്നോട്ടേക്ക് നയിക്കുക, ഒരു റീയൂണിയൻ കൊണ്ടുവരിക. നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലവേഴ്സ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളൊരു കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര്. ഒരു വിവാഹം കഴിച്ച് തന്നെയല്ല, പല രീതിയിലാണല്ലോ ആളുകൾ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിപ്പോൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ ഇതുവരെ പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹവും ഇമോഷൻസും കാര്യങ്ങളും എല്ലാം മുന്നോട്ടേക്ക് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ തയ്യാറാണ്. കാരണം ഈ ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് എനർജി എന്ന് പറയുന്നത് അവർക്ക് തന്നെ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് പൂർണ്ണമായിട്ടും പതുക്കെ പതുക്കെ നീങ്ങി നീങ്ങി അവർ മടുത്തു. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു ഇഴഞ്ഞുള്ള നീക്കം എന്ന് പറയുന്നത്, ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് അവരുടെ എനർജീനെ പൂർണ്ണമായിട്ടും ആ ഒരു ലോയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് ഇതേ സിറ്റുവേഷൻ ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇനിയും താങ്ങാൻ പറ്റില്ലാത്തൊരു വേദനയായിട്ട് മാറും എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന ഇവര് കാരണം ഭയങ്കര വലിയൊരു വേദനയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അതേ വേദനകളൊക്കെ ഇവിടെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ ഇവിടെ അടിക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു കർമ്മ തന്നെയാണ്. നിങ്ങൾ അനുഭവിച്ച വേദന മറ്റൊരു രീതിയിൽ അവർ ഫേസ് ചെയ്യുന്നു. വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോലും ആ ഒരു മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ തോട്ട്സും കണക്ഷനും ഒക്കെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എനർജി കണക്ട് ആവുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ കുറ്റബോധമാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. റിഗ്രറ്റ് ഫീൽ ആണ് മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ട്രിവാൻഡ്രം 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്. ചിലവരുടെ കേസിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു മീറ്റിംഗ് ആയിരിക്കാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് കണക്ഷൻ വന്നേക്കാം. ബാംഗ്ലൂര് 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. എറണാകുളം 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ നമ്പേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഡേയ്സ് ആയിട്ടും എടുക്കാം. ഡിസംബർ ടി എന്നൊരു ലെറ്റർ. ജൂൺ മന്ത് ടി വീണ്ടും വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് സോഡിയക് സൈൻ ആണ്. ചോതി എ എന്നൊരു ലെറ്റർ. കാലിക്കറ്റ് ജെ എന്നൊരു ലെറ്റർ. ബി വന്നിട്ടുണ്ട്. 44 വീണ്ടും 44 വന്നിട്ടുണ്ട്. പുണർദം ഡി എന്നൊരു ലെറ്റർ. 1982 മാർച്ച് എന്നൊരു മന്ത്. ആലപ്പുഴ 44 വീണ്ടും വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കുറെ ക്ലൂസ് വരുന്നുണ്ട്. പാലക്കാട് പൂരം പൈസസ് സോഡിയാക് സൈൻ ആണ്. ട്രിവാൻഡ്രം വീണ്ടും വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ. എം എന്നൊരു ലെറ്റർ. 1988 ഡി എന്നൊരു ലെറ്റർ. ഡി അഗെയിൻ വന്നാണ്, വീണ്ടും വന്നാണ്. സ്കോർപിയസ് ജി എന്നൊരു ലെറ്റർ. തിരുവോണം എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം.
നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.